ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 34. ഓ, അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിച്ചോ അമ്മയുടെ പുന്നാര മോള്. കൊള്ളാം. ഏണിന് കയ്യും കൊടുത്തുകൊണ്ട് ഭദ്രനൊന്ന് മുരണ്ടു. ഉള്ള കാര്യമല്ലേ അവൾ പറഞ്ഞത്, അല്ലാതെ നുണയൊന്നും അല്ലല്ലോ. പാറുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അവരത് പറഞ്ഞത്. അതും കൂടി കണ്ടപ്പോഴേക്കും ഭദ്രന് വിറഞ്ഞു കയറി. അമ്മയെ പിണക്കുന്നത് തൽക്കാലം നല്ലതിനല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം അവനൊന്നും മിണ്ടാതെ തന്നെ മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു. ഭദ്രൻ്റെ അടുക്ക ട്യൂഷന് വരുന്ന കാര്യം കൃഷ്ണൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടക്കുന്നതിനിടയിൽ ലക്ഷ്മി അവളോടായി പറഞ്ഞു. മറുപടിയായി അവളൊന്ന് ചിരിച്ചു, അത്രമാത്രം. ട്യൂഷന് പഠിക്കാതിരിക്കുമ്പോൾ ഭദ്രൻ തിരിച്ചു തരുന്ന പണിയെക്കുറിച്ചായിരുന്നു അപ്പോഴും അവൾ ആലോചിച്ചു കൊണ്ടിരുന്നത്. മോള് വല്ലതും കഴിച്ചിട്ടാണോ വന്നേ? ഡൈനിങ് ടേബിളിൽ പാർവതിയെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് ലക്ഷ്മി അന്വേഷിച്ചു. കഴിച്ചു ലക്ഷ്മി അമ്മേ. ഞാനിത്തിരി കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ശർക്കര നിറച്ചതേ. ഇന്ന് 2 എണ്ണം കഴിക്ക്, അപ്പോഴേക്ക് അവൻ കുളി കഴിഞ്ഞ് വരും. മേശമേലിരുന്ന കാസറോളിൽ നിന്നും ചൂട് പറക്കുന്ന 2 കൊഴുക്കട്ട ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് പെണ്ണിൻ്റെ മുൻപിലേക്ക് വെച്ചു കൊടുത്തവർ. വയറ് നിറഞ്ഞു പൊട്ടാറായിരിക്കുക, ഒട്ടും സ്ഥലമില്ലെന്നേ. വയറ് തിരുമ്മിക്കൊണ്ട് അവളത് നിരസിച്ചു. ഒരെണ്ണമൊക്കെ തിന്നാളുള്ള വയറുണ്ടാവും, നിന്ന് കുണുങ്ങാതെ കഴിക്കുമോളെ. എൻ്റെയൊക്കെ ഈ പ്രായത്തിൽ എന്ത് കിട്ടിയാലും കഴിക്കുമായിരുന്നു. പറഞ്ഞുകൊണ്ടാ അവരാ പലഹാരം ഒരു സ്പൂണ് കൊണ്ട് പതിയെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് അവൾക്ക് തിന്നാൻ പാകത്തിൽ വെച്ചു കൊടുത്തു. ഇനി അത് ചൂടാറാതെ വേഗം എടുത്ത് കഴിക്കാൻ നോക്ക്. ഇങ്ങനെ തിന്നാതെയും കുടിക്കാതെ ഇരുന്നാലേ കുടല് ചുരുങ്ങിപ്പോവും. പറഞ്ഞില്ലെന്ന് വേണ്ട. കൂടെ കരുതലോടെയുള്ള ശാസനം കൂടിയായപ്പോൾ വേണ്ടെങ്കിലും പാറു അത് മെല്ലെ തിന്നാൻ തുടങ്ങി. നന്ദനമോക്ക് വലിയ ഇഷ്ടമായിരുന്നു ഞാൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ. അവളുടെ മനസ്സറിഞ്ഞു ഉണ്ടാക്കിക്കൊടുക്കാൻ എനിക്കും വലിയ ഇഷ്ടമായിരുന്നു. പെൺകുട്ടിയില്ലാത്ത എൻ്റെ സങ്കടം അവൾ വന്നേ പിന്നെയാ ഒന്ന് തീർന്നത്. പക്ഷെ എന്തു ചെയ്യാനാ, ഞങ്ങളുടെ ഭാഗ്യദോഷം. ആയുസ്സെത്താതെ അവൾ അങ്ങ് പോയി. അടുത്ത് കിടന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് നീരതിൻ്റെ തുമ്പിനാൽ കണ്ണു തുടയ്ക്കുന്നവരെ കണ്ടപ്പോഴേക്കും പാറുവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മോള് കഴിക്ക്, ഞാൻ വെറുതെ ഓരോന്നോർത്തപ്പോൾ. പൊടുന്നനെ സങ്കടം മറച്ചുകൊണ്ട് ഒരു ചിരിയുടെ ആവരണം എടുത്തിട്ടണിഞ്ഞവർ. തലയാട്ടി സമ്മതിച്ചുകൊണ്ട് വേണ്ടെങ്കിലും ആ പാത്രത്തിൽ വിളമ്പിയത് മുഴുവനും പാർവതി കഴിച്ചു തീർത്തു. അവളുടെ ലക്ഷ്മിയമ്മയുടെ മനസ്സ് നിറയ്ക്കുവാൻ വേണ്ടി മാത്രം. അമ്മേ. അപ്പോഴേക്കും മുറിയുടെ വാതിൽക്കൽ നിന്നും ഭദ്രൻ്റെ വിളി കേട്ടു. എന്താടാ? അവർ ഇരുന്നിടത്തു നിന്ന് എഴുന്നേൽക്കാതെ തന്നെ മകനോട് ഉച്ചത്തിൽ ചോദിച്ചു. അതിനോട് പറ ഹാളിലെ സെറ്റിയിൽ വന്നിരിക്കാൻ. ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഭദ്രൻ പറഞ്ഞത് കേട്ട് ലക്ഷ്മി അവളെ 2 കണ്ണും ചിമ്മിക്കാട്ടി. ഞാൻ പോട്ടെ, അല്ലേലേ ലക്ഷ്മിയമ്മയുടെ മോൻ്റെ താണ്ഡവം നടക്കും ഇവിടെ. എഴുന്നേറ്റ് കൈയും വായും കഴുകി ഹാളിലെ സെറ്റിയിൽ പോയി വേഗം തന്നെ ഇരിപ്പുറപ്പിച്ചവൾ. ബാഗിൽ നിന്നും ടെക്സ്റ്റും നോട്ടും പുറത്ത് എടുത്തേക്ക് വെക്കുമ്പോഴേക്കും ആൾ വന്ന് എതിർവശത്ത് കിടന്ന കസേരയിലേക്ക് ഇരുന്ന് കഴിഞ്ഞിരുന്നു. മുഖഭാവം അപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു. കോളേജിൽ പഠിപ്പിച്ച പോർഷൻസിലെ വർക്കൊക്കെ ചെയ്തുവോ? കടുപ്പത്തോടെയുള്ള ചോദ്യം. ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ ഇവിടെ എഴുന്നള്ളിക്കുന്നതിൻ്റെ ആവശ്യം എന്തെന്ന് അവളിലെ സൈക്കോ പല പ്രാവശ്യം അവനോടായി മനസ്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചൊറിഞ്ഞു വരുന്നുണ്ടായിരുന്നെങ്കിലും തിരിച്ചൊന്നും പറയുവാൻ പോയില്ല. വെറുതെ എന്തിനാ കടിക്കുന്ന പട്ടിയുടെ വായിൽ പോയി വിരലിട്ട് കുത്തുന്നു എന്ന് ബോധമുള്ളതുകൊണ്ട് മാത്രം. ചെയ്തോ? തിരിച്ചു മറുപടിയൊന്നും കൊടുക്കാത്തത് കൊണ്ടാവാം ഇത്രയും കൂടി ഗൗരവത്തിലുള്ള ചോദ്യം വന്നു. ഇല്ല. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഉത്തരം നൽകി. എന്തുകൊണ്ട്? ആളിൻ്റെ വെളുത്തു നീണ്ട മൂക്കിൻ തുമ്പ് ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. എനിക്കത് ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ മനസ്സിലായില്ല. വല്ല ഡൗട്ടും ഉണ്ടോയെന്ന് പല പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ. ചുവപ്പ് രാശി പടർന്ന മൂക്കിൻ തുമ്പ് പതിയെ വിറയ്ക്കുന്നത് കണ്ടു. ചോദിച്ചതാ. പിന്നെന്തുകൊണ്ടപ്പോൾ ചോദിച്ചില്ല? മാലാരുടെ അലർച്ചയിൽ ബാസിൽ ചെവിയിൽ നിന്നും ചോരപ്പുഴ ഒഴുകുന്നോ എന്ന് ചെറിയൊരു സംശയം തോന്നിയിരുന്നവൾക്ക്. ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്ന് പെണ്ണ്.
ചിലപ്പോൾ കലിപ്പ് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നാൽ തന്നെ എടുത്ത് തിന്നുകളഞ്ഞാലോ? പാർവതിയുടെ ആലോചന പോയത് അങ്ങനെയാണ്. നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്. ആ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു അയാൾ ദേഷ്യത്തിൻ്റെ പരകോടിയിലാണ് നിൽക്കുന്നതെന്ന്. മനസ്സിലാവാത്തതുകൊണ്ടല്ലേ ഞാനിപ്പോൾ ട്യൂഷന് വന്നത്. പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ എഴുന്നേറ്റ് എൻ്റെ വീട്ടിൽ പോവും. കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ ക്ഷമയും നശിച്ചിരുന്നു. എന്താടി, ഭീഷണിയാണോ? അവനൊന്ന് ചെറഞ്ഞുകൊണ്ട് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അവിടെ ഞാനൊന്നും പഠിക്കുന്നില്ല എന്നും പറഞ്ഞല്ലേ എൻ്റെ മുത്തശ്ശനെ നിങ്ങൾ പിരികേറ്റിയത്. എന്നിട്ട് എന്തായി? പണി നിങ്ങൾക്ക് തന്നെ പാലും വെള്ളത്തിൽ കിട്ടിയില്ലേ? ചിരിയെടുക്കാൻ പാടുപെടുന്നവർക്ക് ഒരെണ്ണം കൊടുക്കാൻ ഭദ്രൻ ആ നിമിഷം തോന്നിപ്പോയി. എടീ, അവൻ മുരണ്ടുകൊണ്ട് അവളെ ഉറ്റുനോക്കി. ചുമ്മാ ഷോ കിടന്നിറക്കാതെ വല്ലതും പഠിപ്പിക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിക്ക് ഭദ്രന്മാരാരെ. അല്ലാതെ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ കൂടുതൽ വിളവെടുത്താലേ ഞാൻ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് കൂടുതൽ സമയം കളയാതെ ഐശ്വര്യമായിട്ട് പോർഷൻസ് തുടങ്ങാൻ നോക്ക്. മനസ്സിലൊന്ന് ഊറിച്ചിരിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു നിർത്തി. ക്ലാസ്സിലെ കാര്യം വലിയ ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി എൻ്റെ മുത്തശ്ശനോട് ചെന്ന് പറഞ്ഞു കൊടുത്തില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടതുപോലായി മാരാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. ലോകത്തുള്ള ശത്രുവിന് പോലും ഈ അവസ്ഥ വരരുതേ മഹാദേവ. അവൻ്റെ മുഖത്തെ ഭാവഭേദങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് പാറു ഒട്ടൊരു സന്തോഷത്തോടെ മനസ്സിൽ പിറുപിറുത്തു. പിള്ളാരിത് സമ്മതിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ലമ്മേ. അവസാനം ഇതെന്തൊക്കെ ആയിത്തീരുമെന്ന് മഹാദേവന് മാത്രം അറിയാം. വിമലയ്ക്ക് തൻ്റെ ആദ്യം അടക്കാനാവുമായിരുന്നില്ല. അടുക്കളയുടെ ഒരു കോണിൽ സ്ഥാപിച്ചിരിക്കുന്ന ചെറിയ കിച്ചൺ ടേബിളിലേക്ക് അവൾ കൈ രണ്ടും തലയിൽ താങ്ങിയിരുന്നു. എൻ്റെ വിമലെ, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാലോ? അച്ഛൻ പോയി ഭദ്രനോട് സംസാരിക്കും. അദ്ദേഹം പറഞ്ഞാൽ അവന് പിന്നീടൊരു മറുവാക്കില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? അത്താഴത്തിനായി ചുട്ടുവച്ചിരിക്കുന്ന ചപ്പാത്തി ഓരോന്നും ഹോട്ട് ബോക്സിലേക്ക് എടുത്തു വെച്ചിട്ട് ഭദ്രമായി അടച്ചു വയ്ക്കുന്നതിനിടയിൽ നാരായണി അവളോട് ചോദിച്ചു. എല്ലാ കാര്യങ്ങളും പോലെയാണോ അമ്മേ വിവാഹകാര്യം? അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഭദ്രൂട്ടൻ അനുസരിക്കായിരിക്കും. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. വിമല തൻ്റെ ആശങ്ക അമ്മയുടെ മുൻപിൽ മറച്ചു വെച്ചില്ല. മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. മഹാദേവൻ നമ്മളെ അങ്ങനെ കൈവിടുകയില്ല. മകൾക്കരികിൽ ചെന്ന് ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുമ്പോഴും അവരുടെ ഉള്ളം പാർവതിയെക്കുറിച്ച് ആലോചിച്ച് തേങ്ങുകയായിരുന്നു. മംഗലശ്ശേരി തറവാടിൻ്റെ അനന്തരാവകാശിയാണ്. അവളുടെ കാലിലൊരു മുള്ളു കൊള്ളുന്നത് പോലും ഇവിടെ ആർക്കും സഹിക്കില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ അവളുടെ വിവാഹം ബലമായി നടത്തിയെന്ന് വെച്ചാൽ അതിൽ പര അവൾക്ക് സങ്കടം ഉണ്ടാകാൻ വേറെ കാരണമൊന്നും വേണ്ടതാനും. ഓരോരോ ചിന്തകളാൽ അവർ വിമലക്കരികിൽ തന്നെ ഇരുന്നു, പരസ്പരം ഒന്നും സംസാരിക്കാതെ തന്നെ. പക്ഷേ ഇരുവരുടെയും ഹൃദയം പാർവതി എന്ന കേന്ദ്രബിന്ദുവിനെ ചുറ്റിപ്പറ്റി തിരിയുകയായിരുന്നപ്പോൾ. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് വേഗം വരാവേ.